പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രത്യേകിച്ചും സഹോദരിമാർ നിസ്കാരങ്ങൾ നിർബന്ധമായും നിർവഹിക്കണം. എന്നാൽ സഹോദരിമാർക്ക് മാസങ്ങളിൽ ചില ദിവസങ്ങൾ നിസ്കാരങ്ങൾക്ക് ഒഴിവുണ്ട്. ആ സമയത്ത് അവർ നിസ്കരിക്കേണ്ടതില്ല. നിസ്കരിക്കൽ ഹറാമുള്ള സമയമുണ്ട്. അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തും നിസ്കാരങ്ങളിലല്ലാത്ത സമയങ്ങളിൽ അവർ വീട്ടുജോലികളിൽ ഏർപ്പെടുന്നവരാണ്. തൻ്റെ ഭർത്താവിന്, തൻ്റെ മക്കൾക്ക്, തൻ്റെ പിതാവിന്, തൻ്റെ മാതാവിന് ഭക്ഷണം പാകം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വസ്ത്രം അലക്കുന്നവരാണ്. മറ്റു അടുക്കള പണിയിൽ ഏർപ്പെടുന്നവരാണ്. എന്നാൽ ആ സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെടാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കി എടുക്കാൻ സാധിക്കും. അതിനൊരു പരിഹാരം മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു താല നമുക്ക് നൽകുന്നത് ഒരുപാട് പ്രതിഫലങ്ങളാണ്. മാത്രമല്ല, ആ സ്വലാത്ത് ചൊല്ലുന്ന സമയം ഞാൻ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അങ്ങനെ ഒന്നും നിയ്യത്ത് വെക്കേണ്ടതില്ല. പരിശുദ്ധ ദീനിൽ ഏതൊരു ഇബാദത്തും ചെയ്യുമ്പോൾ അതിന് നിയ്യത്തിൻ്റെ ആവശ്യം ഉണ്ട്. നിയ്യത്ത് നിർബന്ധമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ നിയ്യത്തിൻ്റെ ആവശ്യമില്ല. ഏത് ജോലിയിലായാലും, അതായത് ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാത്ത സ്ഥലങ്ങൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ ജോലികളിലാണെങ്കിലും തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സഹോദരിമാർ അവരുടെ ജോലികളുള്ള ടൈമിലൊക്കെ സമയം നഷ്ടപ്പെടുത്താതെ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബ്ഹാനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസ്സആദാത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലൽ കൗനൈനി എന്ന ഗ്രന്ഥത്തിലൂടെ. അതുകൊണ്ട് സഹോദരിമാർ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്.